ഡൽഹിയിൽ നിന്ന് ഹിമാചലിലേക്ക് പോവാട്ടോ. ഇവിടെ റോഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ എയിലോടിയാ പോവുക എയിലോടിയാ വരിക എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റി ആട്ടോ ഈ യു പിയും ഡൽഹിയൊക്കെ വെച്ചാൽ. യു പിനെക്കാട്ടും തിരക്ക് ഡൽഹിയിലാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഡൽഹി ഒന്നും പറയാല്ല, അപ്പാര സ്ഥലം തന്നെ. ഞാൻ കണ്ടതിൽ ഹൈദരാബാദ് ഡൽഹി സംഭവമാണ്. ഈ ലോറി കാണുമ്പോഴേ എനിക്ക് എന്താ ഓർമ്മ വരാന്നറിയോ, നമ്മളെ ഫോർ ദ പീപ്പിളിലുള്ള സീനില്ലേ, നിന്റെ മിഴി മുന്നേ കൊണ്ടെൻ്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ. ആ സിനിമയിലെ വണ്ടിയാട്ടോ അത്. എനിക്ക് വൈറ്റ് ആ വണ്ടി കാണുമ്പോൾ എനിക്ക് അതാ ആദ്യം ഓർമ്മ വരാം, മനസ്സിൽ ആദ്യം ഓർമ്മ വരിക ഫോർ ദ പീപ്പിളുള്ള സീനാ. Keep right to stay on Dr. KB Yegdewar Marg. ഹരിയാന എത്തിട്ടോ, പോയി ഹരിയാന കഴിയാനായി ഏകദേശം. ഇനി അടുത്ത ജാർഖണ്ഡ്. Continue on National Highway 44 for അസാധ്യ ട്രാഫിക് ബ്ലോക്ക് ആട്ടോ. എൻ്റെ അടുത്ത് കച്ചവടക്കാർ വരുന്നുണ്ട്. ഇതൊന്നൊന്നര സിറ്റി തന്നെ, ഒരു സ്ഥലം പോലും ഒഴിവാക്കാനില്ല എന്തായാലും. ആക്സിഡന്റ് ആട്ടോ, ട്രാക്ടർ കൊണ്ട് ചിടിച്ചതാ. നല്ല എന്തോ കാര്യമായിട്ട് പറ്റിയേക്ക്. ബൈക്കാരനെ കൊണ്ട് ചിടിച്ചാ ട്രാക്ടർ പിടുത്തം വിട്ടിട്ട് കിട്ടിയില്ല. അതാ ലോഡും വണ്ടിയാ ട്രാക്ടർ, ഇരുമ്പ് സാധനമൊക്കെ ആയിട്ട് പോകുന്ന ട്രാക്ടറും. നല്ല പരിക്കേറ്റി ഭാഗത്തിന്. ഡൽഹിയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ നാട്ടിലെത്തുമ്പോഴേക്ക് വണ്ടിൻ്റെ മൂലയും തൊരയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ വേറെ വണ്ടിക്കാർ കൊണ്ടുപോയി ഉണ്ടാവും. ഇവിടെ എല്ലാ വണ്ടിൻ്റെ ബേക്കിലും മുന്നിലൊക്കെ ഇരുമ്പിൻ്റെ റാടാ വെക്കൽ. ആയി മെട്രോ പോകുന്നുണ്ട് മുകളിൽ കൂടിയാ. വലത് സൈഡിലുള്ള ഡാമാട്ടോ, ഹരിയാനയിലുള്ള ചെറിയൊരു ഡാമാട്ടോ. വലുതൊന്നല്ല, നാട്ടിലുള്ള മാതിരി വലുതൊന്നല്ല, ചെറിയൊരു ഡാം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ പല സ്ഥലത്തിനെ കുറിച്ചും പല വർത്താനായിക്കോട്ടെ ഓരോരുത്തർ പറയാ. അവിടെ അങ്ങനാന്ന്, അവിടെ അങ്ങനാന്ന്, ആടാനമാന്ന്, ചേനാന്നൊക്കെ ആൾക്കാർ പറയും. നിങ്ങളതൊന്നും കേൾക്കണം, നിങ്ങൾ പോവുക, അനുഭവിച്ചറിയും. നിങ്ങളെ അനുഭവത്തിൽ എന്താണോ അതാണ് ആ സ്ഥലം. ആണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ചിലപ്പോൾ പോകേണ്ട സ്ഥലത്ത് കൂടി പോകാണ്ടായിപ്പോ മറ്റുള്ളവർ പറയുന്നത് കണ്ടിട്ട്. നിങ്ങളെ തീരുമാനം എന്താ, നിങ്ങൾ അതുപോലെ ചെയ്യട്ടോ. ഇടത്തെ സൈഡിലുള്ള കഴിഞ്ഞതാ, വലത്തെ സൈഡ് ബ്ലോക്ക് കണ്ടോ, കാറ് കൊണ്ടുവച്ച് മതിലിനടിച്ചതാ. ഫുള്ള് ആക്സിഡന്റ്. ഇടത്തെ സൈഡും വലത്തെ സൈഡും ആക്സിഡന്റാ. എന്താ മോനെ സ്ഥലം, നല്ല കാറ്റ്, ഫുള്ള് മരങ്ങളവിടെ. നല്ല കാറ്റ്, നല്ല ചോലയുള്ള സ്ഥലത്ത് ഒരു ഷെഡൊക്കെ അടിച്ച് ഓല് കൃഷിയൊക്കെ ചെയ്ത് ഓലതായ ഒരു രീതിയിൽ അങ്ങനെ പോവുക. ഇത് കണ്ടോ, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. എവിടെ പോയാലും ടോളിൽ തന്നെ കേട്ടോ അവസ്ഥ. റോഡ് തെറ്റിട്ടോ, റോഡ് തെറ്റിയിട്ട് തിരിയാ. Continue on Dr. KB Yegdewar Marg for 2 kilometers. അവസ്ഥ ഇവിടുത്തെ ഒന്ന് മാറിയാൽ മതി, GPS തീർന്നു. ഇത് കണ്ടോ, പൂക്കൃഷി ആട്ടോ അവിടെ, ഫുള്ള് പൂക്കൃഷി. എന്താ സ്ഥലം നോക്കിയത്, ഹരിയാന ആട്ടോ സ്ഥലം. ഒരു നെൽപ്പാടാണേ, അതിൻ്റെ സൈഡിലാണ് പൂവിൻ്റെ കൃഷിയുള്ളത്. ഇത് ഞാൻ വന്ന് ഹരിയാനയിൽ എത്തിപ്പോയതാട്ടോ. ഞാൻ ഡൽഹിയാന്നാ വിചാരിച്ച. ഇവിടെ ഉള്ളവരോട് ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞ് ഇത് ഹരിയാനാന്ന് സ്ഥലം. കേരളത്തിൽ നിന്നാന്നൊക്കെ പറഞ്ഞേരോ, ഓല എന്നാ പോയിട്ട് എടുത്തോന്നൊക്കെ പറഞ്ഞ് ഇന്നങ്ങോട്ട് വിട്ടതാ. അല്ലേ ഒരു സമ്മതിക്കൂലോ അല്ലേ. ഇവിടെയൊക്കെ കൃഷിയാട്ടോ, വയലിൻ്റെ വരമ്പത്തൂടി ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള മാതിരി തന്നെ സെറ്റാണ് കേട്ടോ സ്ഥലമൊക്കെ. നമ്മളെ കൃഷീൻ്റെ ആളാട്ടോ. ആ ട്രാക്ടറൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും നല്ലൊരു സ്ഥലത്താണുള്ളത്. എന്താ ചോലയൊക്കെ.
मैंने बेरा है कि आप देव की गैल हो। ഇതിന്റെ സൗണ്ട് കേട്ടോ, ഇത്രയും വലിയ സ്പീക്കർ സെറ്റ് കേട്ടോ വെച്ച് देव बहुत बढ़िया छोड़ा है വൈബിന്റെ ആളാന്ന് തോന്നുന്നു. और मैं उसके बिल्कुल ആ, ऑपोजिट एकदम फैल है। ഭയങ്കര സൗണ്ടാ. नाउ जैसी अंग्रेजी बोलूं ഇത് കറണ്ടാട്ടോ, ഇപ്പൊ ഓഫിലാന്നുള്ളത്. രാത്രി ഇത് ഓണാക്കിയിടും തോന്നുന്നു. ഏതോ മൃഗം വരുന്നുണ്ടാവും, അതിന് വെച്ചതായിരിക്കും.